സ്വാമിയെ ശരണയ്യപ്പ. സമ്മതിക്കില്ല. അതെന്താ? സ്വാമിയെ ശരണയ്യപ്പ മുഷ്ടി ചുരുട്ടാൻ എനിക്ക് വയ്യ, ഞാൻ അങ്ങനെയല്ല ശീലിച്ചത്. നമ്മൾ ക്യാപ്റ്റൻ നയിക്കുന്ന കപ്പലിൽ ഇരിക്കുന്നിടത്തോളം കാലം ക്യാപ്റ്റനും ക്യാപ്റ്റന്റെ അനുയായികളും പറയുന്നത് അനുസരിച്ച് ജീവിക്കാൻ ബാധ്യസ്ഥരാണ്. പക്ഷെ അത് വിശ്വാസത്തിലോട്ട് കയറി എന്തിനു പറ്റില്ല. അവിടെ പ്രശാന്ത് പറഞ്ഞു, പ്രശാന്ത് പറഞ്ഞു സ്വാമിയെ ശരണയ്യപ്പ വിളിക്കൂ, സ്വാമിയെ ശരണയ്യപ്പ. വഴങ്ങുന്നില്ല. പക്ഷേ നമ്മളുടെ ക്യാപ്റ്റൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ നമ്മളങ്ങനെ പറയണം, പോയിക്കോട്ടെ, നമുക്ക് പറ്റില്ല, നമുക്കിങ്ങനെ തന്നെ വരുള്ളൂ. എത്ര നമ്മളെ ജയിലിലിട്ടാലും പീഡിപ്പിച്ചാലും അത് ചെയ്താലും ഇത് ചെയ്താലും ഒക്കെ നമ്മൾ സ്വാമിയെ ശരണയ്യപ്പ അങ്ങനെ വരുള്ളൂ. ഇന്നലെ തന്നെ ഒരു ഫോൺ കോൾ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക്. അതിലൊരു ചേട്ടൻ, എനിക്ക് പരിചയമൊന്നുമില്ല കേട്ടോ, നമ്പർ എങ്ങനെയോ തപ്പിപ്പിടിച്ച് വിളിച്ചതാണ്. പത്മജ, നമുക്കൊരു വലിയൊരു പ്രക്ഷോഭം നടത്താൻ സഹിക്കാൻ പറ്റുന്നില്ല പത്മജ. ഒരു ഹിന്ദു രാജ്യത്ത് അഭിമാനത്തോടെ ഹിന്ദുവായിട്ട് ജീവിക്കാനും അഭിമാനത്തോടെ മരിക്കുവാനും നമുക്ക് അവകാശമില്ലേന്ന്. അപ്പം ഞാൻ അവകാശം ഉണ്ടെന്ന് ഭരണഘടന പറയുന്നു, അതെന്താ അങ്ങനെ? അപ്പോൾ ഞാൻ ചേട്ടാ, ഞങ്ങളുടെ ഇവിടുത്തെ ശ്മശാനം സൂക്ഷിക്കുന്നത് പൊതു ശ്മശാനമാണല്ലോ, ഹിന്ദുക്കളൊക്കെ പൊതു പ്രോപ്പർട്ടി, ബാക്കി എല്ലാവർക്കും അവരുടേതായ ശ്മശാനങ്ങളുണ്ട്. ഒരു ന്യൂനപക്ഷ മതസ്ഥനാണ്. എന്താ ഞാൻ? അതെ അങ്ങനെയാണ്. എന്നിട്ട് നിങ്ങളാരും പ്രതികരിക്കുന്നില്ലേ? ആരോട് പ്രതികരിക്കാൻ? നമ്മൾ സെക്യുലർ അല്ലേ? ഹൈന്ദവന്റെ നെഞ്ചത്ത് മാത്രമുള്ളതാണ്. അതെ. അപ്പോൾ എൻ്റെ മകള്, ഞാൻ മോള് ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. മോള് മരിച്ചു, 2 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ നമ്മൾ ദഹിപ്പിക്കില്ല. അപ്പം NSS പ്രസിഡൻറ്റും എൻ്റെ ഭർത്താവ് കൂടെ പോയി. ഞാൻ പ്രസവിച്ച് കിടക്കുകയാണ്. ഒരു കുഴിയെടുത്തു, വെറുതെ കുഴി കേട്ടോ, ശ്മശാനത്തിൻ്റെ സ്ഥലത്ത് കുഴിയെടുത്തപ്പോൾ മഴയുള്ളതാനും വെള്ളം പൊങ്ങി വരുന്നു. ഉടനെ ഇദ്ദേഹം പറഞ്ഞു, ഈ സെക്യുലർ അല്ല, നമ്മുടെ ന്യൂനപക്ഷത്തിൽപ്പെട്ട ശ്മശാന സൂക്ഷിപ്പുകാരൻ പറഞ്ഞു, സാറുമാരെ പോയി ഒരു കാർട്ടൺ മേടിച്ചുകൊണ്ട്. ഉടനെ NSS പ്രസിഡൻറ്റ് പോയി കിട്ടിയതൊരു ഹോർലിക്സിൻ്റെ സ്പേസ് ബോക്സാണ് കിട്ടിയാൽ, കുഞ്ഞാണ് അവൾ, അത് കിടത്തി മണ്ണിട്ട് പോകും. പറഞ്ഞു അങ്ങനെ പോവല്ലേ, രാത്രി തെരുവ് പട്ടി വന്ന് മാന്തും, അതായത് 2 ഉരുളങ്കല്ലെടുത്ത് വെക്ക്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ അവിടെ കൗൺസിലർ സ്ഥാനാർത്ഥിയായിട്ട് നിന്നു. അപ്പോൾ ഒരു ക്രിസ്ത്യനായിട്ടുള്ള ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, മാഡത്തിന് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ, ഈ രാത്രി സന്ധ്യ മയങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ കൊച്ചു കാൽപാദങ്ങൾ, ചിലപ്പോൾ തല തന്നെ എടുത്തുകൊണ്ട് പട്ടികളിങ്ങനെ ഓടി നടക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങളല്ലേ, ഞങ്ങൾക്ക് അപ്പുറത്ത് അംബികാപുരം പള്ളിയുണ്ട്, ഞങ്ങൾ അവിടെ അടക്കുന്നത്, മാഡം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് ഒരു ക്രിസ്ത്യൻ അച്ഛൻ വന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഈ നമ്മളുടെ ഹിന്ദു രാജ്യത്ത് നമുക്ക് എന്താ നീതിയാണ് കിട്ടുന്നത്? അല്ലെങ്കിൽ നമ്മൾ നേരിടുന്ന അനീതിയെക്കുറിച്ച് പറയൂ. കാശില്ലാഞ്ഞിട്ടാണോ കോർപ്പറേഷൻ ഒരു ഗ്യാസ്, ഇപ്പോൾ ഗ്യാസാണല്ലോ വലിയ ഇതായിട്ട് വെച്ചിരിക്കുന്നത്, 60 ലക്ഷം രൂപ ഞാൻ കൂടെ മെമ്പറായ റോട്ടറി ക്ലബ് ഓഫ് കൊച്ചിൻ ഗ്യാസിൻ്റെ ഇതുണ്ടാക്കി കൊടുത്തു ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട്. വെള്ളം അങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന് കുറച്ച് നാൾ ഇതാക്കി, ഇല്ല, വർക്ക് ചെയ്യണില്ല. കാരണം വിറകിൽ വെച്ചാൽ 3500 രൂപയും നമ്മളിങ്ങനെ ഇലക്ട്രിക്കലിൽ ഇടാണെങ്കിൽ 750 രൂപയും ഉള്ളൂ. അപ്പോൾ വിറകിൽ വെക്കാനാണ് ഇത്. മറ്റേതാകുമ്പോൾ ഇപ്പോൾ എല്ലാവരും ഗ്യാസിൻ്റെ ഇതാണ് ചോദിച്ചു വരുന്നത്. ഉണ്ടവിടെ 60 ലക്ഷം രൂപ ചിലവാക്കിയിട്ട്, പക്ഷെ അത് നടത്തുന്നില്ല. അതെന്തുകൊണ്ടാണ്? നടത്താനായിട്ട് വെള്ളം വരുന്നില്ല എന്ന്. വെള്ളം അവിടെ മറ്റിടത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് എന്തുകൊണ്ട് വരില്ല? പിന്നെ ഞങ്ങളുടെ കരയോഗം പറഞ്ഞു, ഞങ്ങൾ തന്നെ ഒരെണ്ണം നടത്തിക്കോളാം, സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. പറ്റില്ല, ഹിന്ദുക്കളൊക്കെ പൊതുവാണ്, പൊതുസ്വത്താണ്, അപ്പോൾ കരയോഗത്തിന് നടത്താൻ പറ്റില്ല, അവിടെ ആരെ വേണമെങ്കിലും കൊണ്ടുവരാം. അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ നമ്മളുടെ ശ്മശാനത്തിൽ കുറച്ച് മെഴുകുതിരി കത്തിച്ച് വെച്ചിരിക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചത് എന്താ? ഞാൻ പോകും കേട്ടോ, സ്ത്രീകൾ പോകാൻ പാടില്ല എന്നൊക്കെയാണ്. പക്ഷേ എൻ്റെ മകളുടെ മരണശേഷം ഇദ്ദേഹം ഇങ്ങനെ കുട്ടികളുടെ ചെറിയ കൈയൊക്കെ കൊണ്ട് തെരുവ് നായ ഓടുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ പോകും. അപ്പോൾ ചോദിച്ചപ്പോൾ ഞാൻ, അത് അവർ ക്രിസ്ത്യൻസാണ്, അവർക്ക് അവിടെ സ്ഥലം കിട്ടില്ല. അതൊന്നും നമുക്കൊരു കുഴപ്പമില്ല, നമ്മളെ സംബന്ധിച്ച് അതിനൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ ആത്മാഭിമാനത്തോടെ എൻ്റെ മോൾ ഇവിടെ നിന്ന് പോയോ കുട്ടിയുടെ അമ്മയാണല്ലോ, ഒരു ഹോർലിക്സ് കാർട്ടണിൽ കിടന്ന് പട്ടി എന്താണ് ഒന്നും വന്ന് ചിക്കി പറയ്ക്കാണ്ടിരിക്കാൻ 2 ഉരുളങ്കല്ല്. എത്ര ദിവസം എൻ്റെ ഹസ്ബൻഡ് ഒരു വടിയായിട്ട് അവിടെ രാത്രി കാവലിരുന്നു എന്നറിയാമോ? ആ ശ്മശാനം സൂക്ഷിപ്പുകാരൻ മണ്ണിലേക്ക് കുഞ്ഞ് അലിഞ്ഞു ചേർന്നു എന്ന് പറയുന്നവരെ ആ അച്ഛൻ്റെ വേദന ഒന്ന് ആലോചിച്ച് നോക്കൂ. ദിവസവും രാവിലെ ജോലിക്ക് പോകണം, വൈകുന്നേരം 8:30 അദ്ദേഹം ഊണും കഴിഞ്ഞ് ഈ എന്നോട് പറയാൻ പറ്റില്ല, ഞാൻ പ്രസവിച്ച് കിടക്കുന്നു, മോൻ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കിടക്കുന്നു, പോയിരിക്കും, രാവിലെ നേരം വെളുക്കുമ്പോൾ തിരിച്ചു വരും. അങ്ങനെയാണ് ഒരു ഹിന്ദു രാജ്യത്ത് ഒരു ഹിന്ദു കുടുംബം സഹിക്കേണ്ടത്? ആ കുഞ്ഞിൻ്റെ
ആത്മാവിന് ശാന്തി കിട്ടിയിട്ടുണ്ടാവും. പട്ടി കടിച്ച് എൻ്റെ കുഞ്ഞിൻ്റെ കൊണ്ടുപോയില്ല, കാരണം എൻ്റെ ഹസ്ബൻഡ് അവിടെ കൂട്ടിയിരുന്നു. പക്ഷെ എത്ര പേർക്ക് കൂട്ടിരിക്കാൻ പറ്റും? ദൂരെ നിന്ന് വരുന്ന ആൾക്കാർക്ക് കൂട്ടിരിക്കാൻ പറ്റുമോ? അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, സ്വാമിയേ ശരണയ്യപ്പ എന്ന് നമ്മൾ വിളിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റേതായ പൂർണ്ണ അർത്ഥത്തിൽ ഞങ്ങളെ ഇവിടെ കാണുന്ന ഈ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എന്താ പറയുക ദുരവസ്ഥയിൽ നിന്നും അല്ലേ ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥന കൂടിയാണ് ആ സ്വാമിയേന്ന് നമ്മൾ വിളിക്കുന്നത് എന്നല്ല അല്ലേ. ശരണം തരൂ, ശരണം തരൂ അയ്യപ്പ എന്നാണ് പറയുന്നത്. ഞങ്ങൾ എങ്ങോട്ടേക്ക് ഓടിപ്പോവാനാണ്? നമുക്ക് വേറൊരു രാജ്യമില്ല, ഇവിടെ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ജീവിക്കാം. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഇതിനേക്കാട്ടിലും കുറച്ചും കൂടെ മോഡേൺ മൈൻഡഡ് ആയിരുന്നു അപ്പോഴെന്നല്ലേ. ഇപ്പോഴാണ് കുറേ സങ്കുചിത ചിന്തകൾ നമ്മളുടെ ജീവിതത്തിലേക്ക് കയറി വന്നത്. പണ്ട് അതൊന്നും ഉണ്ടായില്ലേ. വി വർ ഓൾ ടുഗെദർ. നമ്മൾ പറയുന്ന പോലെ ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഐ ലവ് മൈ കൺട്രി. നമ്മളെല്ലാവരും കൂടെ ഒത്തുചേർന്നത് പറഞ്ഞു. ഇപ്പോഴാണ് ഓരോരോ മതങ്ങളിൽ നിന്നും ജാതി എന്നും ജാതി വ്യവസ്ഥ എന്നും നീ അതല്ലേ ഇതല്ലേ എന്നൊക്കെ നോക്കുന്നുണ്ടോ എന്ന് നമുക്കൊരു സംശയം. ഇത് പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. ആദ്യം 2015 ഇലക്ഷന് നിൽക്കുമ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലം പനമ്പള്ളി നഗറിൽ ഒരു വീട്ടിൽ ദിവസവും രാവിലെ ആൻറ്റിയും മകളും എൻ്റെ വീടിന് മുമ്പിൽ കൂടെയാണ് നടക്കാൻ പോകുന്നത്. ഞാൻ ഹലോ ആൻറ്റി അങ്കിൾ, എനിക്ക് നാക്ക് വായി കിടക്കൂല കേട്ടോ. എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരിക്കും. എപ്പോഴെങ്കിലും ആരെങ്കിലും നമ്മളിങ്ങനെ ഇവിടെയൊക്കെ കെട്ടി കിടത്തും, നമുക്ക് നാക്കെടുക്കാൻ പറ്റൂല, ശരിയല്ലേ? അപ്പോൾ അതുവരെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറിപ്പോൾ എന്ത് ചെയ്താൽ വാതിൽ തുറക്കൂല. അങ്കിൾ വാതിൽ തുറക്കും, ഇത് പത്മജിയാണ്. അയ്യോ ഇല്ല, നിങ്ങൾ ജയിച്ചാൽ ഞങ്ങളെ ഗ്യാസ് ചേമ്പർ ഇടും. വാട്ട് ഡു യു മീൻ? അല്ല എല്ലാവരും പറയണം BJP ജയിച്ചാൽ ഗ്യാസ് ചേമ്പറിലിടും. അപ്പം ഞങ്ങൾ ആദ്യം ജയിക്കട്ടെ അങ്കിൾ, അതിന് ഒരു കൗൺസിലർ ഉണ്ടായാലും ഗ്യാസ് ചേമ്പറിൽ ഇടാൻ പറ്റുമോ? വാട്ട് ഈസ് ദിസ് അങ്കിൾ? എല്ലാ ദിവസവും രാവിലെ നമ്മൾ കാണുന്നതല്ല, ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുന്ന എന്നോട്. അല്ല മോളെ, ഞങ്ങൾക്ക് പേടിയാ മോളെ, ഞങ്ങൾ BJP ജയിച്ചാൽ ഗ്യാസ് ചേമ്പറിൽ ഇടുന്നു പറയണു. നമ്മൾ ഗ്യാസ് ചേമ്പറിൽ ഇട്ടോ? 2014 മുതൽ ഭരിക്കല്ലേ രാജ്യം, എന്നിട്ട് ആരെങ്കിലും ഗ്യാസ് ചേമ്പറിൽ ഇട്ടോ? അവസാനം അങ്കിൾ വായിൽ തുറന്നു, ഗ്യാസ് ചേമ്പറിൽ കിടക്കാം ഞാനല്ലേ ചോദിച്ച് വായിൽ തുറന്നു. ആൻറ്റി വാതിൽ ഓടിക്കയറി ബെഡ്റൂമിൽ കയറി വാതിലടച്ചു. ഞാൻ പറഞ്ഞു ആൻറ്റി ഷെയിം, അങ്കിളിനെ ഗ്യാസ് ചേമ്പറിലേക്ക് വിട്ടിട്ട് ആൻറ്റി മാത്രം രക്ഷപ്പെട്ടിരിക്കണത് ശരിയല്ല, വായിൽ തുറക്കൂ. തുറന്നില്ല. മോളെ എനിക്ക് പേടിയാ മോളെ. അപ്പം ഞാൻ പറഞ്ഞു അങ്കിൾ മരിക്കുന്നതിന് കുഴപ്പമില്ല, ഇത് ശരിയല്ല. നിങ്ങൾ വിവാഹ സമയത്ത് എടുക്കുന്ന നിൻ്റെ നന്മയിലും തിന്മയിലും നിന്നോടൊപ്പം ഒരുമിച്ചുണ്ടാവുമെന്നാണ് പറയുന്നത്. എന്നോടൊപ്പം അങ്കിളിനെ ഗ്യാസ് ചേമ്പറിലേക്ക് വിട്ടിട്ട് ആൻറ്റി ഒളിച്ചിരിക്കുന്നത് ശരിയല്ലാന്ന്. ഞാൻ ഐ ടോൾഡ് ഹിം, അങ്കിൾ യു പാസ് ഫോർ മൈ ഓൺ അങ്കിൾ. നമ്മളുടെ സ്കിൻ ടോൺ ഒന്നാണ്, നമ്മളുടെ മുഖത്തിൻ്റെ ഷേപ്പ് ഒന്നാണ്. ഇഫ് ഐ സേ യു ആർ മൈ അങ്കിൾ, എനിബഡി വിൽ പാസ് യു ഫോർ ദാറ്റ്. പേര് ചോദിക്കുമ്പോൾ നമ്മുടെ ചില പേരുകൾ കൊണ്ട് നമുക്ക് മനസ്സിലാവും. ചില പേര് ബേബി, അങ്ങനത്തെ പേരുകളൊക്കെ എല്ലാവർക്കും ഉണ്ട്, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ ഉണ്ട്. മണി എന്നൊക്കെയുള്ള പേരുകൾ. പത്മജ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ പേര് ജോസഫ് എന്നായിരുന്നു, മനസ്സിലാകും, അത്രയേ ഉള്ളൂ. ചില പേരുകൾ പോലും നമുക്ക് മനസ്സിലാവില്ല. മറ്റേ പറയുകയാണെങ്കിൽ ആണാണോ പെണ്ണാണോ എന്ന് പോലും മനസ്സിലാവില്ല. CPM നേതാവ് ബേബി, എൻ്റെ അമ്മയുടെ പേരും ബേബി. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മളുടെ രാജ്യം ഇപ്പോഴാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴെന്ന് പറയുകയാണെങ്കിൽ അതിപ്രസരം മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്നതുകൊണ്ടാണ് ഇന്ത്യയിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായത്. അല്ലെങ്കിൽ ഇങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായില്ല. ഒരു തമാശ കേൾക്കണം. ഇന്നലെ എൻ്റെ ഡിവിഷനിൽ ഒരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു. ഇത് പാർക്കിൻ്റെ ഉദ്ഘാടനം, സുഭാഷ് ബോസ് പാർക്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തതിൻ്റെ ഉദ്ഘാടനമായിരുന്നു. മന്ത്രി റിയാസാണ് ടൂറിസം മന്ത്രി എന്നുള്ള നിലയിൽ വന്നത്. ഞാനായിരുന്നു ഡിവിഷൻ കൗൺസിലർ എന്ന നിലയിൽ നന്ദി പ്രകാശിപ്പിക്കേണ്ടത്. ഞാൻ പറഞ്ഞു, സംസാരിച്ചപ്പോൾ മേയർജി ഇങ്ങനെ പറഞ്ഞില്ലേ, ഞാൻ ആദ്യമായിട്ടാണ് മേയർജി എന്ന് വിളിക്കുന്നത് കേൾക്കുന്നത്. ഞാൻ മനസ്സിൽ വിചാരിച്ചത് ഇറ്റ്സ് ഓൾവേസ് എ ഫസ്റ്റ് ടൈം. നമ്മൾ ആദ്യമായിട്ട് എഴുന്നേറ്റ് നിന്നത്, ആദ്യമായിട്ട് കാക്ക എന്ന് പറഞ്ഞത്, അമ്മ എന്ന് പറഞ്ഞത്, നടന്നത്, ഓടിയതൊക്കെ ഇറ്റ്സ് ഓൾവേസ് എ ഫസ്റ്റ് ടൈം. ആദ്യമായി കേട്ടല്ലോ. അപ്പോൾ സംസാരിച്ച് പോകെ സ്ത്രീകളെയൊന്നും ജീന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ പറയും നിർമ്മല സീതാരാമൻ ജി എന്ന് പറയും, സ്മൃതി ഇറാനി ജി എന്ന് പറയും, എന്നെ പത്മജാജി എന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്ന് റിസർച്ച് ചെയ്യട്ടെ. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു, കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കാൻ നിൽക്കണ്ടല്ലോ, ഒരു ചെറിയൊരു കൊളുത്ത്. ഇപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിയുമ്പോൾ എത്ര പഞ്ചായത്ത് പ്രസിഡന്റുമാരെ ജി എന്ന് വിളിക്കേണ്ടി വരും, എത്ര മുനിസിപ്പൽ പ്രസിഡന്റുമാരെ ജി എന്ന് വിളിക്കേണ്ടി വരും, എത്ര കോർപ്പറേഷൻ മേയർമാരെ ജി എന്ന് വിളിക്കേണ്ടി വരും, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ. തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ ഈ ജി എന്ന്. അല്ലെങ്കിലും മാതാജി എന്നല്ലേ വിളിച്ചിരുന്നത്.
അതെ. ജി എന്നുള്ളത് ബഹുമാനപരമായിട്ട് നമ്മളുടെ കാട്ടിൽ ഉയർന്ന ഒരു പദവിയിലിരിക്കുന്ന ആളെയോ അല്ലെങ്കിൽ നമ്മളെക്കാളും മുതിർന്ന ആൾക്കാരെയോ ആണ് നമ്മൾ ജി എന്ന് വിളിച്ചിരുന്നത് അല്ലേ. അപ്പം ഇതിനൊക്കെ എൻ്റെ സ്വാമി ഞങ്ങളെ ശരണം വിളിക്കുകയാണ്, രക്ഷിക്കണം. ഈ തരം അറ്റാക്ക് എത്ര ഒതുങ്ങി നമ്മൾ ജീവിക്കാൻ നോക്കിയാലും നമ്മളെ മൂലയിലേക്ക് തള്ളി മാറ്റി ഒരു കോർണറിൽ കൊണ്ട് നിർത്തുമ്പോൾ ദർ ഇസ് നോ അതർ വേ ബട്ട് ടു ചാർജ് ഫോർവേഡ് അല്ലേ. ഒരു കോർണറിൽ ആയിക്കഴിയുമ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, മുമ്പിലേക്ക് എടുത്ത് ചാടുക എന്ന് മാത്രമേ പിന്നെ ഒരു വഴിയുള്ളൂ. അപ്പോൾ സ്വാമിയേ ശരണമയ്യപ്പ വിളിക്കൂ, സ്വാമി ശരണമയ്യപ്പ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.